ഒരുപാട് വർഷങ്ങൾക്ക് മുൻപുള്ള കാര്യമാണ്. അപ്പോൾ ലോകം ആധുനികമായിരുന്നില്ല. ആ കാലത്ത് ജീവിച്ചിരുന്ന ഒരു വ്യക്തി സന്ദേശ് തന്റെ കാളവണ്ടിയിൽ തന്റെ ഗ്രാമമായ മന്ത്രാജലിലേക്ക് യാത്ര തിരിച്ചു. അവന്റെ കയ്യിൽ ഒരു കത്തുണ്ടായിരുന്നു. അത് അവൻ വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സന്ദേശ്, നിങ്ങൾ അച്ഛനായിട്ടുണ്ട്. പക്ഷേ ഈ കത്ത് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മാസമായിട്ടുണ്ടാവും. നമ്മുടെ കൊച്ചിൻ്റെ പേര് വിദ്യുത്ത് എന്ന് വെച്ചിട്ടുണ്ട്. വേഗം തന്നെ വീട്ടിലേക്ക് വരൂ. നിങ്ങളുടെ വിമല. ഈ കത്ത് വായിച്ചതിൽ പിന്നെ സന്ദേശ് വളരെയധികം സന്തോഷവാനായിരുന്നു. പക്ഷെ അത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ എന്തോ ആലോചിച്ച് കരഞ്ഞുപോയി. രാത്രിയായി തുടങ്ങി. അപ്പോഴാണ് സന്ദേശ് തന്റെ വീട്ടിലേക്ക് എത്തിയത്. വീട്ടിലെത്തിയ ഉടനെ അദ്ദേഹത്തിന്റെ ഭാര്യ വിമല തങ്ങളുടെ മകൻ വിദ്യുത്തിനെയും കൂട്ടി അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. വരൂ, എനിക്ക് വളരെയധികം സന്തോഷമായി. നിങ്ങളെന്താ ഇത്രയും വൈകിയത്? ഞാനാണെങ്കിൽ പേടിച്ചു പോയി നിങ്ങൾ എത്താൻ വൈകിയതില്. വരുന്ന വഴിയിലൊക്കെ ഇതെന്നെ വിചാരിച്ചിട്ടാണ് എൻ്റെ കണ്ണിൽ നീര് വന്നത്. ഇത്രയും മോശമായ നേരത്തിൽ എനിക്ക് നിന്റെ കൂടെ നിൽക്കാൻ പറ്റിയില്ലല്ലോ. ഇങ്ങനെയെങ്കിലും പ്രധാനപ്പെട്ട കാര്യം ഉണ്ടായാൽ മാത്രമേ നമ്മൾക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ട് സംസാരിക്കാൻ പറ്റൂ അല്ലേ? നിന്റെ സുഖം ദുഃഖത്തിലും എന്നെ കൊണ്ട് നിൽക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷേ വന്നതും ഇത്രയും വൈകി പോയല്ലോ. ഇത്രയും പറഞ്ഞപ്പോഴേക്കും സന്ദേശിന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ വരാൻ തുടങ്ങി. അയ്യോ, നിങ്ങൾ കരയണ്ട. ഇതിൽ നിങ്ങളുടെ യാതൊരു തെറ്റുമില്ല. അത് ചുമ്മാ അങ്ങനെ തന്നെയാണ്. ഒരു കുഴപ്പമില്ല. ഈ കാര്യത്തിൽ ഞാൻ തീർച്ചയായിട്ടും എന്തെങ്കിലും ചെയ്യേ പറ്റുള്ളൂ. നമ്മൾ പെട്ടെന്ന് തന്നെ സംസാരിക്കുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്തേ പറ്റുള്ളൂ. ശരിയാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കും. എനിക്ക് നിങ്ങളിൽ വളരെ വലിയ വിശ്വാസമാണ്. അങ്ങനെ നേരം പുലർന്നു. പിറ്റേ ദിവസം രാവിലെ ഒരു മരത്തിന് ചുവട്ടിലിരുന്ന് സന്ദേശ് ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദുഃഖിതനായ സന്ദേശിനെ കണ്ട് ഒരു സ്വാമി അങ്ങോട്ടേക്ക് വന്നു. ഈ കടലാസിൽ എന്താണ് വരഞ്ഞുകൊണ്ടിരിക്കുന്നത് മോനെ? സന്ദേശ് താൻ വരച്ച ചിത്രം സ്വാമിയെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഞാനൊരു യന്ത്രം ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഈ മരങ്ങൾ കൊണ്ടാണ്. അത് നമ്മൾ എത്ര ദൂരത്തിലുണ്ടായാലും ഒരാൾ സംസാരിക്കാൻ അത് സഹായിക്കണം. അടിപൊളി തന്നെ. പക്ഷേ ഇത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്? ഈ മരത്തിന്റെ ഇടയിൽ ഒരു ഗാന്ധശക്തിയിലൊക്കെ വരാറുണ്ട്. അത് വെച്ചിട്ടാണ്. മരങ്ങളുടെ ഗാന്ധശക്തി മനസ്സിലാവുന്നുണ്ട്. പക്ഷേ സംസാരിക്കാനുള്ള ശക്തിനെ നീ ഏത് യന്ത്രത്തിൽ വെച്ചാണ് ചെയ്യാൻ പോകുന്നത്? ഈ യന്ത്രത്തിന്റെ ഒരു വരപടം ഞാൻ കാണിച്ചു തന്നില്ലേ? അതേപോലെ തന്നെ തൂൺ പോലെ ഒരു യന്ത്രം ഉണ്ടാക്കി തരും. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ യന്ത്രം ഈ പ്രത്യേക തരമുള്ള ശക്തി എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വളരെ ശ്രദ്ധയോടെ കേൾക്കും മോനെ. ഇതുകൊണ്ട് നീ ആലോചിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ജയിക്കും. ബാബ സന്ദേശിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്തു. സന്ദേശിന് തോന്നി തന്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്ന്. നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ആശീർവാദം ചെയ്യൂ സ്വാമി. നീ നന്നായിട്ട് വിജയിക്കട്ടെ. സന്ദേശ് ഉടനെ തന്നെ തന്റെ കൂട്ടുകാരൻ ഉദ്ധവിനെ വിളിച്ചു വരുത്തി. രണ്ടുപേരും മരം മുറിക്കുന്നതിനുള്ള സാധന സാമഗ്രികളുമായി വേഗം തന്നെ അവിടേക്കെത്തി. ഈ മരത്തൊക്കെ വെട്ടിയിട്ട് നമുക്കൊരു തൂണുണ്ടാക്കാം. പിന്നെ ഈ കടലാസിലുള്ളതുപോലെ തന്നെ ഈ ചെറിയ യന്ത്രം ഉണ്ടാക്കാം. സന്ദേശ് അതേ ചിത്രം തന്നെ തന്റെ കൂട്ടുകാരൻ ഉദ്ധവിനെയും കാണിച്ചു കൊടുത്തു. മാത്രമല്ല ആ യന്ത്രത്തിനെ പറ്റിയുള്ള കാര്യങ്ങളും അവൻ പറഞ്ഞു കൊടുത്തു. ഇത് വലിയ ജോലി ചെയ്യുന്ന യന്ത്രമാണ്. പക്ഷെ ഇത് എങ്ങനെയാ ജോലി ചെയ്യുക? എടാ, ഒന്ന് ക്ഷമയോടെ നിൽക്ക്. ആദ്യം ഇത് നമുക്ക് ചെയ്തു തീർക്കാം, പിന്നെ ഞാൻ പറഞ്ഞുതരാം. ശരി, പറഞ്ഞതുപോലെ ചെയ്യാം. രണ്ടുപേരും മരം വെട്ടാൻ തുടങ്ങി. എന്നിട്ട് ആ മരം വെട്ടി കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ആ മരം കൊണ്ട് ഒരു സ്തൂപം ഉണ്ടാക്കാൻ തുടങ്ങി. ഇത് കണ്ടില്ലേ, നമ്മളുടെ പണിയും തീർന്നിട്ടുണ്ട്. ആ കടലാസിലുള്ളതുപോലെ തന്നെ മരത്തോട് ഉണ്ടാക്കി തൂൺ. ശരി, ഒന്ന് വേഗമായിട്ട് പറ, ഇത് എങ്ങനെയാ ഉപയോഗിക്കാൻ പോകുന്നത്? എടാ, കുറച്ചേരം ഒന്ന് കാത്തിരിക്കേ. അവൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാരാ വരുന്നത്? അപ്പോൾ അങ്ങോട്ടേക്ക് വിമല എത്തിച്ചേർന്നു. ഞാൻ നിനക്ക് വേണ്ടിയാ കാത്തിരുന്നത്. വരൂ വിമല. എന്നോട് ക്ഷമിക്കണം ചേട്ടാ, നമ്മുടെ കുഞ്ഞ് തീരെ ഉറങ്ങുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വൈകിയത്. പക്ഷെ പറയൂ, നിങ്ങൾക്ക് എന്താണ് എനിക്ക് കാണിച്ചു തരാനുള്ളത്? ഞാൻ പറഞ്ഞുതരാം. നമ്മൾ രണ്ടുപേരും ചേർന്ന് ഈ യന്ത്രത്തിനെ ഒരേ സമയത്തിൽ തൊട്ടിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളുടെ ഗാന്ധശക്തി മനസ്സിലാക്കിയിട്ട് പിന്നെ നമ്മൾ എപ്പോഴും സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ ഇത് നമ്മളെ സംസാരിപ്പിക്കും. എന്താ, സത്യാണോ? സത്യം തന്നെയാണ്. ശരി, ഇപ്പൊ നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. വിമലയും സന്ദേശും ഉദ്ധവും 3 പേരും ആ സ്തൂപത്തെ തൊട്ട്
കുറച്ചു സമയം അങ്ങനെ തന്നെ നിന്നു. അങ്ങനെ പതുക്കെ ആ യന്ത്രത്തിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങി. ഇതിൽ നിന്നും ശബ്ദം വരാൻ തുടങ്ങി. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിന്റെ ഈ ഗാന്ധശക്തിയും ഈ തൂണും പിന്നെ ഈ യന്ത്രം അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണോ? എന്നാ ചേട്ടത്തി, നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ വീട്ടിലേക്ക് പോകൂ. പിന്നെ ഞങ്ങൾ ഇവിടെ നിന്നിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു നോക്കാം. വിമല തന്റെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ആ യന്ത്രം കയ്യിലെടുത്ത് ഒന്ന് അമർത്തി പിടിച്ചു. അപ്പോൾ വിമല, ഞാൻ സംസാരിക്കുന്ന നിനക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്റെ ദൈവമേ, ഇതെന്തൊരു മായയാണ്! ഈ യന്ത്രത്തിലൂടെ നിങ്ങളുടെ ശബ്ദം ശരിക്കും കേൾക്കാൻ പറ്റും. ആഹാ, എന്തൊരു വലിയ അത്ഭുതമാണ് ചെയ്തിരിക്കുന്നത്. ഇനി ഗ്രാമത്തിൽ ആർക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ല. 3 പേരും ഈ കാര്യത്തിൽ വളരെയധികം സന്തോഷവാന്മാരായി. കുറച്ചു മാസങ്ങൾ കഴിഞ്ഞുപോയി. സന്ദേശ് മാർക്കറ്റിൽ ആധുനികമായ യന്ത്രത്തിന്റെ കട തുറന്നു. ഇപ്പോൾ ഗ്രാമത്തിൽ എല്ലാ വ്യക്തികളും ഈ യന്ത്രം ഉപയോഗിക്കാൻ തുടങ്ങി. സന്ദേശ് തന്റെ കടയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ഉദ്ധവ് വന്നു. ഉദ്ധവ്, എന്താണ് കാര്യം? നീ എന്തെത്ര ദുഃഖത്തോടെ നിൽക്കുന്നത്? ഒരു പ്രശ്നവും ഇല്ല സന്തോഷേട്ടാ, പക്ഷേ ഒരു കാര്യം ആലോചിക്കായിരുന്നു. അതിനെന്തിനെങ്ങനെയൊക്കെ ആലോചിക്കുന്നത്? എന്ത് കാര്യച്ചാ നീ ചോദിച്ചോളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ സന്ദേശ്, പക്കത്ത് ഗ്രാമത്തിലുള്ള തലവര് എന്റെ വീട്ടിലേക്ക് വന്നിരുന്നു. ഞാൻ അദ്ദേഹത്തിനടുത്ത് ഈ യന്ത്രത്തിനെ പറ്റി എല്ലാ കാര്യം പറഞ്ഞിരുന്നു. ഇപ്പോൾ നിന്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അതിനെന്തിനാ നീ വിഷമിക്കുന്നത്? ഈ യന്ത്രം ആർക്കെങ്കിലും ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല കാര്യത്തിനല്ലേ? നീ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്ക്, എന്നാലേ നിനക്ക് കാര്യം മനസ്സിലാവുള്ളൂ. ശരി ശരി, നീ അയാളെ വിളിക്ക്, ഞാൻ തന്നെ അയാളോട് സംസാരിച്ചോളാം. കുറച്ചു സമയത്തിനുള്ളിൽ അങ്ങോട്ടേക്ക് അടുത്ത ഗ്രാമത്തിലെ ഗ്രാമത്തലവൻ എത്തിച്ചേർന്നു. എന്നാൽ നീയാണോ സന്ദേശ്? നിന്നെപ്പറ്റി ഞാൻ കുറെ കാര്യങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഉദ്ധവ് എന്താ പറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് ആ യന്ത്രത്തിനെ പറ്റി എന്തോ അറിയണമെന്ന് പറഞ്ഞു. ഞാൻ നേരെ തന്നെ കാര്യത്തിൽ വന്നേക്കാം. നീ ആ യന്ത്രം ചെയ്യുന്നുള്ള വഴി എൻ്റെ അടുത്ത് തന്നേക്ക്. നമ്മളിത് വെച്ചിട്ട് കുറെ പണം ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഈ മരങ്ങളൊക്കെ നിങ്ങളുടെ ഗ്രാമത്തിൽ മാത്രമാണ് വളരുന്നത്. ആ സ്ഥലങ്ങളൊക്കെ എനിക്ക് വിറ്റേക്ക്. ഇതിനു വേണ്ടി നിനക്ക് ഞാൻ കുറെ പണം തരാം. മൊലാളി, എനിക്ക് നിങ്ങൾ 2 കാര്യം പറയണം. ഒരു പക്ഷേ സ്വർണത്തിന്റെ വില 0 ആണെങ്കിൽ പിന്നെ 10 ഗ്രാമത്തിലും സ്വർണം ഉണ്ടായാലും അത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ആ സ്ഥിതിയിൽ എന്താ സംഭവിക്കുക? ഒരു പക്ഷേ അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെങ്കിൽ പൊട്ടിയിൽ വെക്കുന്ന പകരം എല്ലാം റോഡിൽ തന്നെ അങ്ങ് ഇട്ടേക്കണം. അത് എത്ര അധികം ആയാലും ശരി. പിന്നെ ഈ മൊത്തം ലോകത്തിലും പിന്നെ ആരടുത്തെങ്കിലും സ്വർണം ഉണ്ടാവും. പറഞ്ഞത് വളരെ ശരിയാണ്. അപ്പൊ എൻ്റെ അറിവിൽ ആ സ്വർണം എൻ്റെ യന്ത്രമാണ്. അത് ഞാൻ എല്ലാവരടുത്തും പോയി ചേരണം എന്നാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് അതിന് എത്ര വില വെക്കണം, പിന്നെ അതിന് എത്രയാണ് മരം വെട്ടേണ്ടത്, ആ 2 കാര്യത്തിന് എനിക്ക് നിങ്ങളെടുത്ത് തരാൻ പറ്റില്ല. വലിയ ആൾക്കാരുടെ അടുത്ത് നീ ഇങ്ങനൊന്നും സംസാരിക്കാൻ പാടില്ല. നീ എൻ്റെ കൂടെ ചേർന്നേക്ക്, എന്നാൽ ഞാൻ നിന്നെയും വലിയ ഒരാളായിട്ട് മാറ്റിത്തരാം. കാരണം ഇതിനുള്ള തീർവ് ആ മായ മരത്തിലാണുള്ളത്. പക്ഷെ ഞാൻ പറയുന്നത് നീ കേട്ടിട്ടില്ലെങ്കിൽ പിന്നെ നീ എങ്ങനെ വേണമെങ്കിലും ചെയ്തോളൂ. ഗ്രാമത്തലവൻ പറഞ്ഞത് സന്ദേശ് കേട്ടതേയില്ല. അതുകൊണ്ട് തന്നെ ഗ്രാമത്തലവൻ അവിടെ നിന്നും ദേഷ്യത്തോടെയാണ് പോയത്. ഇതുപോലെ യന്ത്രങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇന്നും ജനങ്ങളൊക്കെ പല വർഷങ്ങളിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകും. മുന്നേറ്റവും ചേർത്ത് തന്നെ അതിലുള്ള ചീത്തയൊക്കെ ജനങ്ങൾ മനസ്സിലായിക്കോളും. ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇദ്ദേഹം തീർച്ചയായിട്ട് ആ മരങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി എന്തെങ്കിലും ശ്രമിക്കും. എനിക്ക് ആ കാര്യം അറിയാം. ഉദ്ധവ്, ഞാൻ പറയുന്നത് കേൾക്ക്. നീ ആ തൂണിന്റെ അടുത്ത് തന്നെ പാതുകാപ്പായിട്ട് നിൽക്കണം. ഒരു പക്ഷേ അദ്ദേഹം വന്നിട്ട് ആ മരങ്ങളൊക്കെ വെട്ടിക്കൊണ്ടു പോയാലോ? പിന്നെ അതുകൊണ്ട് ഞാൻ അവിടെ നിൽക്കാൻ പോവുകയാണ്. അദ്ദേഹം മരത്തിനടുത്ത് പോവുകയോ ഇല്ല തൂണിനടുത്ത് പോവുകയോ, അയാൾ എവിടെ പോയാലും ശരി, നമ്മൾ ആ യന്ത്രത്തിന്റെ ശക്തി കൊണ്ട് നമുക്ക് എന്തായാലും സഹായിക്കാൻ പറ്റും. ഇതിനെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടേ ഇല്ലല്ലോ. ശരി, ഞാൻ രാത്രി ആയതിനു ശേഷം ഞാൻ ആ സ്ഥലത്തേക്ക് പോയേക്കാം. രാത്രിയായി കഴിഞ്ഞു. അപ്പോൾ ആ സ്തൂപത്തിനടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ അതേ അയൽ ഗ്രാമത്തിലുള്ള ഗ്രാമത്തലവൻ എത്തിച്ചേർന്നു. പക്ഷേ ഉദ്ധവ് എല്ലാ കാര്യങ്ങളും ഒരു മരത്തിന് പിന്നിൽ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ സന്ദേശിനോട് മരത്തിന്റെ യന്ത്രം ഉപയോഗിച്ച് സംസാരിച്ചു. സന്ദേശ്, അവൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. തൂണിന്റെ അടുത്താണ്. വേഗം വാ, ഇല്ലെങ്കിൽ അയാൾ അങ്ങ് തൂണങ്ങ് വെട്ടിക്കളയും. ശരി, ഞാൻ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗ്രാമത്തലവൻ ആ സ്തൂപത്തിന് നേരെ കോടാലി ആഞ്ഞു വെട്ടാൻ തുടങ്ങിയപ്പോഴേക്കും 2 കൂട്ടുകാരും വന്ന് അയാളെ കൈയോടെ പിടിച്ചു. എന്നിട്ട് ഒരു കയറുകൊണ്ട് വരിഞ്ഞു കെട്ടി. ഞാൻ നിങ്ങളുടെ അടുത്ത് പറ്റില്ല എന്ന് പറഞ്ഞു. ഈ യന്ത്രത്തിനെ പറ്റിയും പിന്നെ ഈ മരത്തിന് ഞാൻ തരില്ല എന്ന് പറഞ്ഞിരുന്നു.
പക്ഷെ നിനക്ക് എങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ എവിടെയാ ഉണ്ടാവുക എന്ന്? അതായത് ഞാൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതെന്ന്? ഈ യന്ത്രത്തിന്റെ ശക്തി കൊണ്ടാണ്. നിങ്ങളുടെ വാക്കുകൾ വല്ലാതെ അത്യാഗ്രഹം ഉണ്ടായിരുന്നു. അത് കേട്ടതിന് ശേഷം ഇതുപോലുള്ള സംശയം എന്തായാലും വരും. ഇതൊന്നും വലിയ ഒരു കാര്യമല്ല. ഇപ്പൊ നീ എന്താ ചെയ്യാൻ പോകുന്നത്? എന്നെ ഇതേപോലെ തന്നെ നീ കെട്ടിയിട്ട് വെക്കാൻ പോവുകയാണോ? നിങ്ങളുടെ ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും വരുന്നവരെ അതുവരെ നിങ്ങൾ ഇവിടെ തന്നെ തടവിൽ വെക്കും. പക്ഷെ ഞാൻ ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ വീണ്ടും ഇത് തന്നെയല്ലേ ശ്രമിക്കാൻ പോകുന്നത്. ഈ യന്ത്രത്തിനെ മുഴുവനായിട്ട് നീ ഭയപ്പെടുത്തിക്കോളൂ. പിന്നെ നിനക്ക് കുറെ പണം ഉണ്ടാക്കാൻ പറ്റും. ഇവിടെയുള്ള ഈ ചെറിയ ആൾക്കാർക്ക് ഈ യന്ത്രത്തിന് തന്നിട്ട് എന്ത് പയനാ കിട്ടിയത്? എൻ്റെ അടുത്ത് കുറെ പണമുണ്ട്. അതുകൊണ്ട് നിനക്ക് എന്ത് അളവിൽ പണം കിട്ടും നിനക്ക് വിചാരിക്കാൻ പോലും പറ്റില്ല. ഇപ്പോഴും സമയമുണ്ട്. എൻ്റെ കൂടെ കൈ ചേർന്നോളൂ. ശരി ശരി, നീ നന്നായിട്ട് മണ്ടത്തരം പറഞ്ഞിട്ടുണ്ട്. നീ എൻ്റെ വീട്ടിൽ തന്നെ ഇനി തടവ് വെക്കാൻ പോവുകയാണ്. ഇനി വീണ്ടും ഈ തെറ്റിനെ പറ്റി നീ ആലോചിച്ചാൽ നീ ചെയ്ത തെറ്റ് എന്താണെന്ന് നിനക്ക് മനസ്സിലാവും. ഗ്രാമത്തലവനെ അവർ പൂട്ടിയിട്ടു. ഒരു ദിവസം ഗ്രാമത്തലവന്റെ പേരിൽ ഒരു കത്ത് വന്നു. സന്ദേശും ഉദ്ധവും ചേർന്ന് ഗ്രാമത്തലവനെ കെട്ടിയിട്ട കൂടിന് പുറത്തുനിന്ന് അത് വായിക്കാൻ തുടങ്ങി. മുരളി, ഈ പത്രം വല്ലാതെ ദുഃഖത്തിലാണെന്ന് തോന്നുന്നു. എന്ത്? എന്നാ നീ പഠിക്കേ. അതിലെന്താ എഴുതിയിരിക്കുന്നത്? ഒന്ന് വേഗം വായിക്കൂ. ഇത് നിങ്ങൾ തന്നെ പഠിച്ചോളൂ. ഇത് നോക്ക്, എനിക്ക് വായിക്കാനും പഠിക്കാനും അറിയില്ല. ഞാൻ ഒരു കൈനാട്ടുകാരനാണ്. ദയവായിട്ട് അതൊന്ന് വായിച്ച് കാണിക്കൂ. ശരി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഇതിൽ എന്താ എഴുതിയിരിക്കുന്നത് വെച്ചാൽ, ഞാൻ മങ്ക്രു. മുതലാളി, ഞാൻ ഈ കത്ത് നിങ്ങൾക്ക് എന്ത് കാര്യം പറയാൻ വേണ്ടി എഴുതിത്തെന്ന് വെച്ചാൽ, അത് പിന്നെ നിങ്ങളുടെ മൊത്തം വയലും എരിഞ്ഞു പോയിരിക്കുകയാണ്. നിങ്ങൾ വളരെ വേഗം തന്നെ വീട്ടിലേക്ക് വന്നേക്ക്. എൻ്റെ ദൈവമേ, ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ മാത്രം ആ സാധനം മോഷ്ടിക്കാതെ വരാതിരുന്നാൽ, ഞാൻ എൻ്റെ ഗ്രാമത്തിൽ തന്നെ താമസിച്ചാൽ എൻ്റെ കുടുംബവും ഞാൻ രക്ഷിച്ചിട്ടുണ്ടാവുമായിരുന്നു. ഞാനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ കത്ത് നിങ്ങൾ തന്നെ വായിക്കണമെന്ന്. ഇവിടെ നോക്ക്, ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും തോന്നുന്നുണ്ട് ഈ എന്തിനു വേണ്ടിയാണ് എല്ലാവർക്കും ഞാൻ കൊടുക്കണമെന്ന് ആഗ്രഹിച്ചത്. ഗ്രാമത്തലവന്റെ തല ദുഃഖത്തിന്റെയും അപമാനത്തിന്റെയും കാരണത്താൽ താഴ്ന്നു നിന്നു. സന്ദേശിന്റെ ജീവിതം കൂടുതൽ എളുപ്പമായി. അവൻ പതുക്കെ പതുക്കെ തന്റെ യന്ത്രത്തിന്റെ ഉപയോഗം ഗ്രാമത്തിൽ നിന്ന് സംസ്ഥാനത്തിലേക്കും സംസ്ഥാനത്തിൽ നിന്ന് രാജ്യത്തിലേക്കും പ്രശസ്തിയിലേക്ക് എത്തിച്ചു.